ടോക്സിക് എന്ന ചിത്രത്തിന്റെ ചെറിയ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സംവിധായക ഗീതു മോഹൻദാസിനെതിരെ വിമർശനവുമായി സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ. യാഷ് അവതരിപ്പിക്കുന്ന ടോക്സിക് ഫസ്റ്റ് ലുക്കിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്തതിന് കസബ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ ഗീതു മോഹൻദാസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി 2016 പുറത്തിറങ്ങിയ കസബ എന്ന തന്റെ ചിത്രത്തെക്കുറിച്ചുള്ള മുൻ വിമർശനങ്ങൾ ഗീതു മറന്നതായി സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വിമർശിച്ചിരിക്കുന്നതും. ടീസറിൽ സ്ത്രീകളുടെ ശരീരത്തെ വസ്തുനിഷ്ഠമാക്കുകയും പുരുഷത്വത്തെ മഹത്വൽക്കരിക്കുകയും ചെയ്തു എന്നും 2016 തന്റെ സംവിധാന സംരംഭത്തിൽ താൻ മുൻപ് വിമർശിച്ച പ്രശ്നങ്ങൾ തന്നെയാണ് സംവിധായകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കസബയിൽ കാണുന്ന പുരുഷത്വം പോലും മങ്ങിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു വിഷ്വൽ ആഹ്വാനം, പൂർണ്ണമായും സ്ത്രീവിരുദ്ധയല്ലാത്ത, സ്ത്രീകളുടെ ശരീരത്തെ വസ്തുനിഷ്ഠമാക്കുന്നതിൽ നിന്നും മുക്തവും പുരുഷനോട്ടം പൂർണ്ണമായും ഇല്ലാത്തതുമാണ്. സൂക്ഷ്മ പരിശോധനയിൽ നോക്കിയാൽ സെയിറ്റ് എന്ന് ധൈര്യത്തോടെ ആക്രോശിച്ച ഒരാൾ ഗിയറുകൾ മുന്നോട്ട് നീക്കി. പക്ഷെ സംസ്ഥാന പരിധികൾ മറികടക്കുമ്പോൾ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് അനുസൃതമായി അവർ സ്ത്രീവിരുദ്ധതയുടെ നിർവചനം പരിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് സംവിധായകൻ കുറിച്ചിരിക്കുന്നത്. യാഷിന്റെ ടോക്സിക് എന്ന ചിത്രത്തിൽ അടുത്തിടെ പുറകിയ ടീസറിൽ തന്നെയാണ് നടൻ പബ്ബിൽ കയറി സിഗരറ്റ് വലിക്കുന്നതായി കാണാം. ക്ലബ് നർത്തകിമാരും മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളും ദൃശ്യ വിവരണത്തിൽ അവതരിപ്പിക്കുന്നു എന്ന ഈ രംഗത്തിനെതിരെയാണ് നിതിൻ രഞ്ജി പണിക്കർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.